എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ഇന്നലെ നൈറ്റ് ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ലാണ്ട് ഇന്ന് എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പ്രണവ് പറയുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഡ്രസ്സൊക്കെ മാറി പുറത്തിറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഞാനും അച്ചുകുട്ടനും കൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് പോയിട്ട് നോക്കാം എന്താണ്. ഏകദേശം ഇവിടെ എത്തുന്നോടം വരെ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും പ്രണവ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് ഏകദേശം മനസ്സിലായി ഏതോ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ നമ്മൾ മർമറീസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ ആണ് വന്നിട്ടുള്ളത്. ഇവിടെ ബൊഫേ സിസ്റ്റം ആണെന്ന് അറിഞ്ഞു. അതുപോലെ തന്നെ ഒരാൾക്ക് 5.5 വീഡിയോ വെച്ചിട്ട് എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കാം. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ കയറിയ സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഭയങ്കര അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്തതും ഇവിടുത്തെ ആംബിയൻസ് ആണ് കേട്ടോ. നല്ലപോലെ ഫോട്ടോ എടുക്കാൻ അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും ഒക്കെ ഈ സ്ഥലം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നല്ല നല്ല ഫോട്ടോസ് കുറേ അധികം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ ക്യാഷ് കൗണ്ടറിൽ വന്ന് ക്യാഷൊക്കെ പേ ചെയ്ത് ഉള്ളിൽ കയറി. പ്രണവും എന്താ പറയുക, നമ്മുടെ മിക്കിയും കൂടെ ഇരുന്നിട്ട് ഭയങ്കര പ്ലാനിങ് ആണ്. എങ്ങനെ എന്തെല്ലാം കഴിക്കണം, എല്ലാം കഴിക്കണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എല്ലാം കഴിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പക്ഷേ ഇതിൻ്റെ ഒരറ്റത്ത് നിന്ന് ഒരറ്റം വരെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഒരിക്കലും ഇതെല്ലാം കഴിച്ചു തീർക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്കും ഇവിടെ പോയി ഭക്ഷണം കഴിക്കാം. കാരണം ഇന്ത്യൻ ഫുഡ്സാണ് ഇഷ്ടമെങ്കിൽ അതിൻ്റെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. പിന്നെ അറബിക് ഫുഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ചൈനീസ് ഐറ്റംസ് ഉണ്ട്. നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഈവൻ ഷവർമ, പിസ്സ, എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഡെസേർട്ട്, ടീ, കോഫി, ജ്യൂസസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതെല്ലാം ഭക്ഷണം എല്ലാം കഴിക്കുന്നതിനെ കഴിഞ്ഞ് കൂടുതൽ എൻ്റെ ഇൻട്രസ്റ്റ് ഫോട്ടോസ് എടുക്കാനായിരുന്നു. ഞാൻ കുറച്ചധികം ഫോട്ടോസ് എടുക്കുകയും ചെയ്തു. നന്നായിട്ട് ഫോട്ടോസ് എടുക്കാനായിട്ട് അറിയുന്നവരുണ്ടായിരുന്നെങ്കിൽ ഈ അടിപൊളിയായിട്ട് ഫോട്ടോസ് കിട്ടുമായിരുന്നു കേട്ടോ. എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ കുറച്ച് എടുപ്പിച്ചു പ്രണവിനെ കൊണ്ട്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം അടിച്ചു പൊളിച്ചു. അതുപോലെ തന്നെ ഇന്നലെ വൈകിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ റോസിനും ജനീഷേട്ടനും ഒന്നും ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഈ പ്രോഗ്രാമിന് വരാൻ പറ്റിയിട്ടില്ല. എന്നാലും തലേ ദിവസം നൈറ്റ് അവർ വന്നിട്ട് കേക്ക് കട്ട് ചെയ്യുകയും ഞങ്ങൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് അവർ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്തു, ചെറിയ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തു. അതുപോലെ തന്നെ അവരും നമുക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ച് തന്നു. അപ്പോൾ റോസും ജനീഷേട്ടനും തന്ന ഗിഫ്റ്റിൻ്റെ ആ ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോസിൽ ഫസ്റ്റുള്ള വീഡിയോയിൽ നിങ്ങൾ കണ്ട ആ ഡ്രസ്സ്. അപ്പോൾ എല്ലാം കൊണ്ടും സന്തോഷകരമായിട്ടുള്ള ഒരു വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഏകദേശം 6 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. അതുപോലെ തന്നെ ഈ വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മുടെ ലൈഫിലൊരു സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യം നടക്കുന്നുമുണ്ട്. അതൊക്കെ പിന്നീടുള്ള വീഡിയോസിൽ നിങ്ങളോട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇടയ്ക്കൊക്കെ മടിയില്ലാത്ത സമയത്ത് ഞാൻ വീഡിയോസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാം. കൂടുതലും ഈ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. അതിലാണ് എനിക്കും കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോസിനെ കുറിച്ച് എന്തെങ്കിലും ഫീഡ്ബാക്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ ഒരു വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻസ് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള ചെറിയ ചെറിയ സെലിബ്രേഷൻസ് ക്യാപ്ചർ ചെയ്ത് ഇതുപോലെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഇതൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. നാളെ നമുക്ക് എന്താ പറയുക, ഫോണിൽ മെമ്മറി ഇല്ലാതായാലും ഫോട്ടോസ് ഡിലീറ്റ് ആയിപ്പോയാലും ഇതൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി നമുക്ക് വീണ്ടും കാണാം. ബൈ.